खुशानसीब के तुम कादिया में रहते हो। दयार मेहदिए आखिर ज़मां में रहते हो। खुशानसीब के तुम कादिया में रहते हो। സൃഷ്ടാവിനും സൃഷ്ടികൾക്കുമിടയിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് പള്ളികൾ നിർമ്മിക്കപ്പെടുന്നത്. മനുഷ്യൻ തൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി പള്ളികളെ ആശ്രയിക്കുന്നു. ഏകദൈവത്തെ ആരാധിക്കുന്നതോടൊപ്പം പള്ളികൾ വിദ്യാഭ്യാസപരവും ശിക്ഷണപരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി മാറുന്നു. അങ്ങനെ ഈ ഭവനങ്ങൾ സമുദായത്തിൻ്റെ ഐക്യത്തിനുള്ള ഒരു ഉറവിടമായി മാറുന്നതിന് കാരണമാകുന്നു. ഹദ്റത്ത് അഖ്ദസ് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പൂർവികരാണ് കാദിയാൻ എന്ന ഈ പ്രദേശം വികസിപ്പിച്ചത്. അവരാണ് ഇവിടെ പള്ളികളുടെ നിർമ്മാണവും ആരംഭിച്ചത്. മസ്ജിദ് അക്സ, മസ്ജിദ് മുബാറക്ക്, മസ്ജിദ് നൂർ എന്നിവ കാദിയാനിലെ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള പള്ളികളാണ്. ഈ പള്ളികളിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അടയാളങ്ങളും വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പള്ളികൾ ദൈവിക അനുഗ്രഹങ്ങളുടെയും ബർക്കത്തുകളുടെയും ഉറവിടങ്ങളാണ്. ഈ പള്ളികളുടെ പ്രാധാന്യത്തെയും ബർക്കത്തുകളെയും ഇവിടെ സംഭവിച്ച അടയാളങ്ങളെയും കുറിച്ച് മിക്ക ആളുകൾക്കും അറിയാം. എന്നാൽ കാദിയാൻ ദാറുൽ അമാനിൽ ചരിത്ര പ്രാധാന്യമുള്ള മറ്റു പല പള്ളികളുമുണ്ട്. കാദിയാനിലെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ കണക്കിലെടുത്ത് ഖിലാഫത്ത് സാനിയയുടെ അനുഗ്രഹീത കാലഘട്ടത്തിലാണ് അവ നിർമ്മിക്കപ്പെട്ടത്. ഖിലാഫത്ത് ഖാമിസയുടെ അനുഗ്രഹീത കാലഘട്ടത്തിൽ അവയുടെ നവീകരണവും സംരക്ഷണവും നടപ്പിലാക്കുകയും ചെയ്തു. ഖിലാഫത്തെ ഖാമിസയുടെ അനുഗ്രഹീത കാലഘട്ടത്തിൽ ചില പുതിയ പള്ളികളും നിർമ്മിക്കപ്പെടുകയുണ്ടായി. ഹദ്റത്ത് അഖ്ദസ് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിയോഗത്തിന് ശേഷം കാദിയാനിൽ ജമാഅത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിക്കുകയും കാദിയാന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അഹമ്മദികൾ താമസം ആരംഭിക്കുകയും ചെയ്തപ്പോൾ അതോടൊപ്പം തന്നെ പള്ളികളുടെ നിർമ്മാണവും പള്ളികളെ സജീവമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും വികസിക്കുകയുണ്ടായി. ഖദം മസീഹ കേ ജിസ്കോ बना चुके हैं हरम, तुम ज़मीने करामत निशान में रहते हो. മാന്യ പ്രേക്ഷകരെ, ഇപ്പോൾ നാം മുഹല്ല മസ്റൂറിലാണുള്ളത്. ഈ മുഹല്ലയിൽ ജമാഅത്തിൻ്റെ ധാരാളം സുപ്രധാനവും ചരിത്രപരവുമായ കെട്ടിടങ്ങളുണ്ട്. 2001 മുതൽ കോഠി ദാറുസലാമിൽ സദർ അഞ്ജുമൻ അഹമ്മദിയയുടെ ജീവനക്കാർക്കുള്ള താമസ സൗകര്യങ്ങൾ നിർമ്മിക്കുകയും മുഹല്ല അഹമ്മദിയയിൽ നിന്നും ദാറുൽ മസീഹിൽ നിന്നും ഏതാനും അഹമ്മദി കുടുംബങ്ങളെ ഇവിടേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തപ്പോൾ വർദ്ധിച്ചു വന്ന ജനസംഖ്യ കാരണം ഒരു പള്ളിയുടെ ആവശ്യകത അനുഭവപ്പെടുകയുണ്ടായി. ഖുശാനസീബ് കേ തും കാദിയാ में रहते हो. മാന്യ പ്രേക്ഷകരെ, ഇപ്പോൾ നാം മസ്ജിദ് മസ്റൂറിൽ എത്തിയിരിക്കുന്നു. വരിക, ഞാൻ നിങ്ങളെ ഈ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ മുഹല്ലയിൽ ഈ പള്ളി ഹസ്രത്ത് നവാബ് മുഹമ്മദ് അലി ഖാൻ സാഹിബ് ഓഫ് മലേർ കോട്ട്ലയുടെ കോട്ടി ദാറുസലാമിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടി ദാറുസലാമിൽ 34 മർല സ്ഥലത്ത് ഈ പള്ളിയുടെ നിർമ്മാണം ഖിലാഫത്തെ ഖാമിസയുടെ അനുഗ്രഹീത കാലഘട്ടത്തിൽ ആരംഭിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഈ പള്ളിയുടെ അകത്തേക്ക് പോകാം. എങ്ങനെയാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കാണാം.
ഈ പള്ളിയുടെ തറക്കല്ല് 2013 ഒക്ടോബറിൽ ബഹുമാനപ്പെട്ട വക്കീൽ സാബ് താമിലോ തൻഫീസ് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ ആണ് സ്ഥാപിച്ചത്. ഹുസൂറെ അൻവർ അയ്ദുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് ഈ പള്ളിക്ക് മസ്ജിദ് മസ്റൂർ എന്ന് നാമകരണം ചെയ്യുകയുണ്ടായി. 2015 ഏപ്രിലിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ പള്ളി പൂർത്തിയാവുകയുണ്ടായി. ഈ പള്ളിയിൽ 450-ലധികം ആളുകൾക്ക് സൗകര്യപൂർവ്വം നമസ്കരിക്കാൻ സാധിക്കുന്നതുമാണ്. फिजा है जिसकी मुअत्तर नुफूस-ए ईसा से उसी मकाम फलक आस्तां में रहते हो. മാന്യപ്രേക്ഷകരെ, മസ്ജിദ് മുംതാസ് മുഹല്ല അഹമ്മദിയുടെ വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നൂർ ഹോസ്പിറ്റൽ കാദിയാൻ്റെ പിന്നിലാണ്. ഈ പള്ളിയുടെ നിർമ്മാണം 1935 ആരംഭിച്ചത്. അഹമ്മദിയ വിരുദ്ധർ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെങ്കിലും താൽക്കാലിക തടസ്സത്തിന് ശേഷം 1936 ഇത് പൂർത്തിയാവുകയും മാർച്ച് 23 മസീഹി മൗദ് ദിനത്തിൻ്റെ അനുഗ്രഹീത ദിവസത്തിൽ ഹസ്രത്ത് സാഹിബ്സാദ മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ഖലീഫത്തുൽ മസീഹ് സാനി റദിയല്ലാഹു തആലാൻഹു ഈ പള്ളിയിൽ അസർ നമസ്കാരം നിർവഹിച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. രാജ്യവിഭജന സമയത്ത് ഈ പള്ളി താൽക്കാലികമായി അടച്ചിട്ടിരുന്നു. രേത്തിച്ചില്ലയിൽ നൂർ ആശുപത്രിയുടെ പുതിയ കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം ഇത് വീണ്ടും തുറക്കുകയുണ്ടായി. 2022 ഈ പള്ളി നവീകരിക്കുകയും കൂടുതൽ മനോഹരമാക്കി നിർമ്മിക്കുകയും ചെയ്തു. മാന്യപ്രേക്ഷകരെ, ആരംഭം മുതൽ 2016 ജനുവരി 25 വരെ ഈ പള്ളി മുഹല്ല ദാറുൽ ഫുത്തൂഹിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് മസ്ജിദ് ദാറുൽ ഫുത്തൂഹ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഹസ്രത്ത് അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിൻ നസ്രിഹിൽ അസീസ് 2016 ജനുവരി 26 മസ്ജിദ് ദാറുൽ ഫുത്തൂഹിൻ്റെ പേര് മാറ്റി മസ്ജിദ് മുംതാസ് എന്ന് വെച്ചു. ചുറ്റുമുള്ള അഹമ്മദി സുഹൃത്തുക്കൾ ഇവിടെ വന്നുകൊണ്ട് നമസ്കാരം അനുഷ്ഠിക്കുന്നു. खुशानसीब के तुम कादिया में रहते हो, दयारे मेहदिए आखिर ज़मां में रहते हो. മാന്യപ്രേക്ഷകരെ, ഇപ്പോൾ നാം മസ്ജിദ് റഹ്മാനിലാണ് എത്തിയിരിക്കുന്നത്. മസ്ജിദ് റഹ്മാൻ മുഹല്ല ദാറു റഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ മുഹല്ല ദാറുൽ മസീഹിൻ്റെ വടക്ക് ഭാഗത്താണ്. ഈ പള്ളിയുടെ തറക്കല്ല് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റദിയല്ലാഹു തആലാൻഹു തൻ്റെ അനുഗ്രഹീത കരങ്ങളാൽ 1927 ഏപ്രിൽ 2 ദുആകളോടെ സ്ഥാപിക്കുകയുണ്ടായി. മുഹല്ല ദാറു റഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇത് മസ്ജിദ് ദാറു റഹ്മത്ത് എന്നറിയപ്പെട്ടു. ഈ പള്ളിക്ക് വേണ്ടി ഒരു കനാൽ സ്ഥലം ഹസ്രത്ത് മസീഹി മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കുടുംബം വഖഫ് ചെയ്തിരുന്നു. ജമാഅത്തിലെ ചില ഉദാരമതികളായ ആളുകളുടെ സംഭാവനകളിലൂടെയാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. ഇനി നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പോകാം. മാന്യപ്രേക്ഷകരെ, രാജ്യവിഭജന കാലത്തെ കലാപങ്ങളിൽ ഈ പള്ളിയുടെ 2 മിനാരങ്ങൾ തകർക്കപ്പെടുകയും പള്ളിയുടെ അടയാളം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. രാജ്യവിഭജനത്തിന് ശേഷം ഒരുപാട് കാലം ഈ പള്ളി അടച്ചിട്ടിരുന്നു. എന്നാൽ ഖിലാഫത്തെ ഖാമിസയുടെ കാലഘട്ടത്തിൽ മുഹല്ല ദാറു റഹ്മത്തിൽ അഹമ്മദി ജനസംഖ്യ വർദ്ധിച്ചതിനാൽ 2004 പള്ളി വീണ്ടും തുറക്കുകയും പതിവായി നമസ്കാരങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ആരംഭം മുതൽ 2016 ജനുവരി വരെ ഈ പള്ളി മസ്ജിദ് ദാറുൽ റഹ്മത്ത് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഹസ്രത്ത് അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് 2016 ജനുവരി 26 മസ്ജിദ് ദാറു റഹ്മത്തിൻ്റെ പേര് മസ്ജിദ് റഹ്മാൻ എന്ന് മാറ്റാൻ നിർദ്ദേശിക്കുകയുണ്ടായി. ഈ പള്ളിയുടെ ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് ഇത് പൊളിച്ച് പഴയ രൂപരേഖ അനുസരിച്ച് പുനർനിർമ്മിക്കാനുള്ള ഒരു നിർദ്ദേശം
സയ്യിദന ഹുസൂർ അൻവർ അയ്യദുല്ലാഹു താല ബിൻ നസറുൽ അസീസിന് സമർപ്പിച്ചിരുന്നു. മറുപടിയായി ഹുസൂർ അൻവർ അയ്യദുല്ലാഹു താല ബിൻ നസറുൽ അസീസ് നിർദ്ദേശിക്കുകയുണ്ടായി, പഴയ അടിത്തറയിൽ തന്നെ നിർമ്മിക്കുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം നിലനിർത്താൻ കഴിയൂ. അതുകൊണ്ട് സയ്യിദന ഹുസൂർ അൻവർ അയ്യദഹുല്ലാഹു താല ബിൻ നസറുൽ അസീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ പള്ളിയുടെ യഥാർത്ഥ അടിത്തറയിൽ തന്നെ പുനർനിർമ്മാണം നടന്നു. മാന്യപ്രേക്ഷകരെ, 2018 ഒക്ടോബർ 4 അസർ നമസ്കാരത്തിന് ശേഷം മസ്ജിദ് റഹ്മാൻ മുഹല്ല ദാറുർ റഹ്മത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി സ്മാരകശില സ്ഥാപിക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട വക്കീൽ സാഹിബ് താമിൽ വ തൻഫീസ് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ്റെ അധ്യക്ഷതയിൽ നടന്നു. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ തന്നെ 2019 നവംബർ 3 ഈ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങും നടക്കുകയുണ്ടായി. അതിനുശേഷം ഈ പള്ളിയിൽ പതിവായി നമസ്കാരങ്ങൾ നടന്നുവരുന്നു. न क्यों दिलों को सुकूनो सुरूर हो हासिल कि कुर्ब खिताए रश के जना में रहते हो. മാന്യപ്രേക്ഷകരെ, ഇപ്പോൾ നാം മസ്ജിദ് സുബ്ഹാനിലെത്തിയിരിക്കുന്നു. ഈ പള്ളി ദാറുൽ മസീഹിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിയുടെ തറക്കല്ല് ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റദിയല്ലാഹു തആലാൻഹു തൻ്റെ അനുഗ്രഹീത കരങ്ങളാൽ 1935 ഫെബ്രുവരി 18 ദുആകളോടെ സ്ഥാപിച്ചു. മുഹല്ല ദാറുൽ ബർക്കത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ പള്ളി ദാറുൽ ബറക്കാത്ത് എന്നറിയപ്പെട്ടു. ഈ പള്ളിക്ക് വേണ്ടി ഒരു കനാൽ സ്ഥലം ഹസ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബം സംഭാവന ചെയ്തിരുന്നു. രാജ്യവിഭജനത്തിന് ശേഷം ഈ പള്ളി താൽക്കാലികമായി കുറച്ചു കാലത്തേക്ക് അടച്ചിട്ടിരുന്നു. പിന്നീട് മുഹല്ല ദാറുൽ ബറക്കാത്തിൽ അഹമ്മദി ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ അത് വീണ്ടും തുറന്നു. 2002 മുതൽ ഇവിടെ പതിവായി നമസ്കാരങ്ങൾ ആരംഭിച്ചു. ആരംഭം മുതൽ 2016 ജനുവരി വരെ ഈ പള്ളി മുഹല്ല ദാറുൽ ബറക്കാത്തിൽ സ്ഥിതി ചെയ്യുന്ന കാരണത്താൽ മസ്ജിദ് ദാറുൽ ബറക്കാത്ത് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഹസ്രത്ത് അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യദുല്ലാഹു തആല ബിൻ നസറുൽ അസീസ് 2016 ജനുവരി 26 മസ്ജിദ് ദാറുൽ ബറക്കാത്തിൻ്റെ പേര് മസ്ജിദ് സുബ്ഹാൻ എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ഈ പള്ളിയുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. ഇത് പൊളിച്ച് പഴയ രൂപരേഖ അനുസരിച്ച് പുനർനിർമ്മിക്കാനുള്ള ഒരു നിർദ്ദേശം സയ്യിദന ഹുസൂർ അൻവർ അയ്യദഹുല്ലാഹു തആല ബിൻ നസറുൽ അസീസിൻ്റെ സവിധത്തിൽ സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിന് ഹുസൂർ അൻവർ അയ്യദഹുല്ലാഹു തആല ബിൻ നസറുൽ അസീസ് നിർദ്ദേശിച്ചു അതേ വലിപ്പത്തിലും അടിത്തറയിലും നിർമ്മിക്കുക. അങ്ങനെ സയ്യിദന ഹുസൂർ അൻവർ അയ്യദഹുല്ലാഹു തആല ബിൻ നസറുൽ അസീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ പള്ളിയുടെ യഥാർത്ഥ അടിത്തറയിൽ പുനർനിർമ്മാണം നടക്കുകയുണ്ടായി. മാന്യപ്രേക്ഷകരെ, 2018 ഒക്ടോബർ 4 അസർ നമസ്കാരത്തിന് ശേഷം മസ്ജിദ് സുബ്ഹാൻ മുഹല്ല ദാറുൽ ബറക്കാത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി സ്മാരകശില സ്ഥാപിക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട വക്കീൽ സാഹിബ് താമിൽ വ തൻഫീസ് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ്റെ അധ്യക്ഷതയിൽ നടക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ തന്നെ അധ്യക്ഷതയിൽ 2019 നവംബർ 2 ഈ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങും നടക്കുകയുണ്ടായി. അതിനുശേഷം ഈ പള്ളിയിൽ പതിവായി നമസ്കാരങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങി. खुशानसीब के तुम कादिया में रहते हो, दयारे महदिए आखिर ज़मां में रहते हो. മാന്യപ്രേക്ഷകരെ, ഇപ്പോൾ നാം മസ്ജിദ് നാസറാബാദിൻ്റെ മുന്നിലാണുള്ളത്. ഹസ്രത്ത് മീർ നാസർ നവാബ് സാഹിബ് റദിയല്ലാഹു തആലാൻഹു 1911 ദാറുൽ മസീഹിൻ്റെ തെക്ക് ഭാഗത്ത് ദരിദ്രർക്കായി വീട് നിർമ്മിക്കാൻ തുടങ്ങി. 1913 8 വീടുകൾ പൂർത്തിയാകുകയും ആളുകൾ ഇവിടെ താമസം ആരംഭിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ ഒരു പള്ളിയുടെ ആവശ്യകതയും അനുഭവപ്പെട്ടു. അങ്ങനെ ഹസ്രത്ത് മീർ നാസർ നവാബ് സാഹിബ് റദിയല്ലാഹു തആലാൻഹുവിൻ്റെ ശ്രമഫലമായി 1913 ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു.
മുമ്പ് ഈ പ്രദേശത്തെ മുഹല്ല ദാറു ദ്വഫ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് മീർ നാസർ നവാബ് സാഹിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരിൽ മുഹല്ല നാസറാബാദ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഈ മുഹല്ല ബെഷ്തി മക്ബറയുടെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മാന്യപ്രേക്ഷകരെ, നിർമ്മാണ ദിവസം മുതൽ ഇന്നുവരെ ഈ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരങ്ങൾ നടക്കുന്നുണ്ട്. ഖിലാഫത്ത് റാബിയയുടെ കാലഘട്ടത്തിൽ ഈ പള്ളി വികസിപ്പിക്കുകയും മുൻപത്തേക്കാൾ വിശാലമാക്കുകയും ചെയ്തു. കാലത്തിനനുസരിച്ച് ഈ മുഹല്ലയിലെ ജനസംഖ്യ ഗണ്യമായി വർദ്ധിച്ചു വന്നു. ഇപ്പോൾ ഈ മുഹല്ലയിലെ ആളുകളും ചുറ്റുപാടുമുള്ള മുഹല്ലയിലെ ആളുകളും ഈ പള്ളിയിൽ പതിവായി നമസ്കരിക്കുവാനായി വന്നു തുടങ്ങി. ഖിലാഫത്ത് ഖാമിസയുടെ കാലഘട്ടത്തിൽ 2017 ഈ പള്ളി നവീകരിക്കുകയും കൂടുതൽ മനോഹരമാക്കി നിർമ്മിക്കുകയും ചെയ്തു. तुम्हें सलाम दुआ है, नसीब सुबह हो मसा, जवार मरक़द शाहे ज़मां में रहते हो. മാന്യപ്രേക്ഷകരെ, ഇപ്പോൾ നാം മസ്ജിദ് അൻവാറിനടുത്താണുള്ളത്. പ്രേക്ഷകരെ, കാദിയാനിൽ അഹമ്മദികളുടെ ജനസംഖ്യ വർദ്ധിക്കുകയും ദാറുൽ മസീന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് അഹമ്മദികൾ വീടുകൾ നിർമ്മിച്ച് താമസം ആരംഭിക്കാൻ തുടങ്ങുകയും ചെയ്തു. അന്നേരം വർദ്ധിച്ചു വന്ന ജനസംഖ്യ കണക്കിലെടുത്ത് 1939 ഒരു പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു. 1940 മാർച്ച് മാസത്തിൽ ഹസ്രത്ത് സാഹിബ്സാദ മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാബ് ഖലീഫത്തുൽ മസീഹ് സാനി അൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു മഗ്രിബ് ഇഷ നമസ്കാരം നിർവഹിച്ച് ഇത് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിൻ്റെ വിഭജനത്തിന് ശേഷം ഈ പള്ളി താൽക്കാലികമായി അടച്ചിട്ടിരുന്നു. ഖിലാഫത്ത് റാബിയയുടെ അനുഗ്രഹീത കാലഘട്ടത്തിൽ ഇത് വീണ്ടും തുറക്കുകയുണ്ടായി. 1991 ഈ പ്രദേശത്ത് ഗസ്റ്റ് ഹൗസുകൾ നിർമ്മിച്ചപ്പോൾ ഈ പള്ളിയും ആവശ്യമായ അറ്റകുറ്റപ്പണികളും പെയിൻറ്റിങ്ങും നടത്തി വീണ്ടും തുറക്കുകയും സ്ഥിരമായി നമസ്കാരം ആരംഭിക്കുകയും ചെയ്തു. ഈ പ്രദേശത്ത് അഹമ്മദി ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചപ്പോൾ ഈ പള്ളി വളരെ ഇടുങ്ങിയതായി തോന്നി. അങ്ങനെ ഖിലാഫത്ത് ഖാമിസയുടെ അനുഗ്രഹീത കാലഘട്ടത്തിൽ 2007 ഓഗസ്റ്റിൽ ഇതിൻ്റെ പുനർനിർമ്മാണം ആരംഭിക്കുകയും മുൻപത്തേക്കാൾ പള്ളിയെ വിശാലമാക്കുകയും ചെയ്തു. 2008 ഡിസംബറോടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. സയ്യിദന ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് ഇതിന് മസ്ജിദ് അൻവാർ എന്ന് പേര് നൽകുകയും ചെയ്തു. फरिश्ते नाज़ करें जिसकी पहरादारी पर, हमसे दूर है तुम उस मकाम में रहते हो. മാന്യപ്രേക്ഷകരെ, ഇപ്പോൾ നാം മസ്ജിദ് ബഷീറിലെത്തിയിരിക്കുന്നു. ഈ പള്ളി ചോട്ടാനങ്കലിലുള്ള മുഹല്ല നൂറിൻ്റെ വഴിയരികിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിയുടെ തറക്കല്ല് 2018 ഡിസംബറിൽ സ്ഥാപിച്ചു. ചില കാരണങ്ങളാലും COVID-19 കാരണത്താലും ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയുണ്ടായി. പിന്നീട് നീണ്ട കാലതാമസത്തിന് ശേഷം 2022 നവംബറിൽ ഈ പള്ളി പൂർത്തിയാവുകയുണ്ടായി. പ്രേക്ഷകരെ, സയ്യിദന ഹുസൂർ അൻവർ അയ്ദുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് ഇതിന് മസ്ജിദ് ബഷീർ എന്ന് പേര് നൽകുകയും ചെയ്തു. 2022 ഡിസംബർ 23 ജുമാ നമസ്കാരത്തോടുകൂടി ഈ പള്ളിയിൽ പതിവായി നമസ്കാരങ്ങൾ ആരംഭിച്ചു. ഈ പള്ളിയിൽ 125ലധികം നമസ്കരിക്കുന്നവരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. शबे जहाँ की शबे क़द्र और दिन ईदें जो हमसे छूट गया उस जहाँ में रहते हो.
മാന്യ പ്രേക്ഷകരെ, ഇപ്പോൾ നാം മസ്ജിദ് മഹ്മൂദിൻ്റെ മുന്നിലാണുള്ളത്. മുഹല്ല മഹ്മൂദ് നങ്കൽ, കാൽവാൻ എന്നീ ഗ്രാമങ്ങൾക്കിടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്ദുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസിൻ്റെ അനുവാദത്തോടും അംഗീകാരത്തോടും കൂടി ഈ മുഹല്ലയിൽ മസ്ജിദ് മഹ്മൂദിൻ്റെ നിർമ്മാണത്തിനായി 10 മർല സ്ഥലം വാങ്ങുകയുണ്ടായി. 2011 നവംബർ 1 ബഹുമാനപ്പെട്ട നാസിർ സാബ് ആല കാദിയാൻ അടിത്തറക്കായി ആദ്യ ഇഷ്ടിക വെക്കുകയുണ്ടായി. തുടർന്ന് മറ്റ് നാസിർമാരും ദർവേഷുമാരും അടിസ്ഥാന ഇഷ്ടികകൾ വെക്കുകയുണ്ടായി. മസ്ജിദ് മഹ്മൂദിൻ്റെ നിർമ്മാണ ജോലികളിൽ അധികവും വക്കാറമൽ അഥവാ സന്നദ്ധ സേവനം വഴിയാണ് നടത്തിയത്. ഈ പള്ളി നിർമ്മിക്കാൻ വന്ന ചെലവുകൾ ഹുസൂർ അൻവർ അയ്ദുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസിൻ്റെ അനുവാദത്തോടെ കാദിയാനിലെ അഹമ്മദികളിൽ നിന്ന് സംഭാവനയായിട്ടാണ് ശേഖരിച്ചത്. കാദിയാനിലെ അഹമ്മദികൾ ഈ അനുഗ്രഹീത ഉദ്യമത്തിൽ ആത്മാർത്ഥമായി പങ്കാളികളാകുകയുണ്ടായി. 2012 ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. 2012 ജൂലൈ 18 ബഹുമാനപ്പെട്ട നാസിർ സാബ് ആല കാദിയാൻ മസ്ജിദ് മഹ്മൂദ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഈ പള്ളിയിൽ സ്ഥിരമായി നമസ്കാരങ്ങൾ അനുഷ്ഠിച്ചു വരുന്നു. ഈ പള്ളിയിൽ 150-ലധികം ആളുകൾക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നതാണ്. खुशानसीब के तुम कादिया में रहते हो, दयारे महदिए आखिर ज़मां में रहते